ജനത്തിൻ്റെ രോഷാഗ്നിയിൽ കരിഞ്ഞു പോകുന്ന നേതാക്കൾ. LDFിലെ ഘടകകക്ഷി മന്ത്രിമാരെ പുറത്താക്കുന്ന CPM. LDF ഭരണത്തിൽ ഇന്ന് തീക്കാറ്റ് വീശുകയാണ്. കേരളമാകെ ചിറക് കരിഞ്ഞും വെന്തുരുകിയും വെണ്ണീറായും ജനം ചിതറയോടി രക്ഷപ്പെടാൻ പരക്കം പായുന്ന അതിദാരുണ കാഴ്ചയാണ്. ജീവിക്കാൻ ഒരു ഗതിയും പരഗതിയുമില്ലാതെ ഉമിത്തിയിലകപ്പെട്ട ഒരു ജീവിതമാണ് ഇന്ന് കേരള ജനത അനുഭവിക്കുന്നത്. ഉപ്പിന് മുളകിന് അടക്കം സർവ്വതിനും വില കയറ്റി നികുതി ഭാരവും അടിച്ചേൽപ്പിച്ച് സ്വന്തം പാർട്ടിക്കാർക്ക് വാരിക്കോരി കൊടുത്ത് സ്വജന പക്ഷപാതം നടത്തി സകല വകുപ്പുകളിലും ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കാര്യപ്രാപ്തിയില്ലാത്തവരെ മന്ത്രിമാരാക്കി വിദ്യാഭ്യാസവും ആതുരസേവനവും ധൂർത്തും അഴിമതിയും കൊണ്ട് ഖജനാവ് കാലിയാക്കി രാക്ഷസീയ ഭാവം പൂണ്ട് സാധാരണക്കാരായ ജനത്തിന് ദുർഭരണത്തിൻ്റെ മൂർത്തിഭാവം പൂണ്ട് കിരാത ഭരണത്തിൽ അഭിരമിക്കുന്ന ഒരു സർക്കാരിന് ജനം കൊടുക്കുന്ന ഏറ്റവും വലിയ പാരിതോഷികമായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ അടിപതറി വീഴുന്ന സർക്കാരും നേതാക്കളും. അങ്ങനെ ജനത്തിൻ്റെ രോക്ഷാഗ്നിയിൽ വെന്തുരുകുന്ന LDF നേതാക്കൾ ആരൊക്കെ? എന്തുകൊണ്ട് അവർക്ക് ഈ അധപ്പതനം? തങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തകർച്ചയുടെ വക്കത്ത് നിൽക്കുന്ന പ്രമുഖരായ മന്ത്രിമാർ ആരൊക്കെ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി NCPയുടെ വനം മന്ത്രി AK ശശീന്ദ്രൻ എടുത്താൽ, വനം വകുപ്പിനെ ഇത്രയേറെ തകർത്ത് കളഞ്ഞ ഒരു മന്ത്രി കേരള ചരിത്രത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. അപക്വമായ പ്രസ്താവനകളും ഇടപെടലുകളും കൊണ്ട് സ്വയം അപഹാസ്യനായ ഒരു നേതാവും മന്ത്രിയും എന്ന നിലയിൽ കുപ്രസിദ്ധി ആർജിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. അതിനു മുന്നേ തന്നെ TN കുപ്രസിദ്ധിയുള്ള ആൾ തന്നെയാണ്. കുണ്ടറ ഇക്കിളി ഫോൺ കോൾ വിഷയത്തിലും അവരുടെ പാർട്ടിക്കകത്തെ 100 കോടി കുതിരക്കച്ചവട വിവാദവും ഒക്കെ നിൽക്കുമ്പോഴാണ് വന്യജീവി ആക്രമണ കേസുകൾ കേരളത്തിൽ വ്യാപകമാകുകയും അതിൽ AK ശശീന്ദ്രൻ മന്ത്രിയുടെ ഏറ്റവും നാണം കെട്ട ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്തത്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യരെയും വളർത്തുമൃഗങ്ങളെയും വ്യാപകമായി കൊന്നൊടുക്കുമ്പോഴും മന്ത്രി അതിൽ നിർജീവമായ നിലപാടുകളുമായി നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂരിൽ നിന്നാണ് ശശീന്ദ്രൻ നിയമസഭയിൽ എത്തിയത്. ഇനിയൊരു തിരഞ്ഞെടുപ്പിന് മത്സരിക്കാനുള്ള അവസരം LDF ശശീന്ദ്രന് നൽകില്ല എന്നത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ AK ശശീന്ദ്രൻ്റെ ഭാവി പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയുമാണ്. അടുത്തത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവാണ്. ഒരു രാജ്യത്തിൻ്റെ സാംസ്കാരിക ഉന്നതിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതവുമായ കാര്യമാണ് വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവുമാണെന്നിരിക്കെ ആ മേഖലയെ വെറും ചവറ്റുകൊട്ടയ്ക്ക് തുല്യം കണ്ട മന്ത്രി ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നിന്നുമാണ് ജയിച്ചു വന്നത്. വിദ്യാഭ്യാസ നയത്തിൽ അവരെടുത്ത വില കുറഞ്ഞ നിലപാടുകൾ അമ്പേ പരാജയമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. സ്വകാര്യ സർവകലാശാല നയത്തിലും അവരുടെ നിലപാടുകൾ പരിഹാസ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസത്തെ ഇത്രയും അധപ്പതനത്തിൻ്റെ പാതയിലെത്തിച്ച മന്ത്രി എന്ന നിലയ്ക്ക് ഇനി നിലം തൊടാൻ ജനം അവരെ അനുവദിക്കില്ല എന്നത് ഉറപ്പാണ്. അടുത്തത് ആരോഗ്യമന്ത്രി വീണ ജോർജാണ്. ഒരു മാധ്യമപ്രവർത്തകയായിരുന്ന വീണ ജോർജ് LDFിൻ്റെ കാൻഡിഡേറ്റായി ആറന്മുളയിൽ മത്സരിച്ചപ്പോഴും ജയിച്ചു വന്നപ്പോഴും മന്ത്രിസ്ഥാനം ലഭിച്ചപ്പോഴും ധർമ്മത്തെ മുൻനിർത്തിയുള്ള ഒരു ഇടപെടലും ജനഹിതമനുസരിച്ചുള്ള ഒരു ഭരണവും പ്രതീക്ഷിച്ചു ജനം. എന്നാൽ സംഭവിച്ചതോ? LDFിൻ്റെ ദാസ്യവേല ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവർ തീർത്തും അധപ്പതിക്കുകയായിരുന്നു. ആശാവർക്കർമാരുടെ സമരത്തിൽ അവരുടെ അഭിപ്രായവും വഴുതിമാറലും, പിന്നീട് ആരോഗ്യമേഖലയിൽ സംഭവിച്ച ഉത്തരവാദിത്തമില്ലായ്മയും, തെരുവ് പട്ടി ആക്രമണവും മരണവും, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തത്തിൽ മന്ത്രിയുടെ അഭിപ്രായവും, പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജിക്കൽ ഉപകരണം ഇല്ലാത്തതുമായി വന്ന വിവാദങ്ങളിൽ മന്ത്രിയുടെ പ്രതികരണവും, കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ബിൽഡിംഗ് തകർന്ന് ഒരാൾ മരണപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവവും, ഇതൊക്കെ വകുപ്പ് മന്ത്രിയുടെ അനാസ്ഥ ആണെന്നിരിക്കെ സ്വയം കൈകഴുകി ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഓടിയൊളിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുമ്പോൾ അതിന് ജനം ബാലറ്റ് പേപ്പറിലൂടെ മറുപടി കൊടുക്കുക തന്നെ ചെയ്യും. അടുത്തത് മന്ത്രി KN ബാലഗോപാലാണ്. ധനവകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന ഇദ്ദേഹം കാര്യക്ഷമമായി പ്രവർത്തിച്ച് വകുപ്പിനെ ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം സർക്കാരിൻ്റെ ദൂർത്തിലൂടെ കാലിയായ ഖജനാവ് എടുത്ത് കാണിച്ച് സർക്കാരിനെ വെള്ളപൂശി കാണിച്ചുകൊണ്ട് ജനങ്ങളെ പിഴിയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. നാഴികയ്ക്ക് 40 വട്ടം കേന്ദ്രം തന്നില്ല എന്ന് മോങ്ങിക്കൊണ്ട് ഓടി നടക്കുമ്പോൾ
തങ്ങളുടെ കയ്യിലുള്ള വരുമാന മാർഗങ്ങൾ തങ്ങളുടെ ഇഷ്ടക്കാരുടെ കാൽക്കൽ അടിയറവ് വെച്ച് സാധാരണ ജനങ്ങൾക്ക് മേൽ ഭാരം ചുമത്തുന്ന അവസ്ഥയാണ്. തങ്ങളുടെ വമ്പന്മാരുടെ ഇടയിൽ നിന്നും പിരിഞ്ഞു കിട്ടേണ്ട നികുതി ഇനത്തിൽ തന്നെ കോടികൾ വരുമാനമുണ്ടാകും. അതൊന്നും ഈ ധനം വകുപ്പ് കാണില്ല. പക്ഷേ സാധാരണക്കാരൻ മൂക്കിപ്പൊടി വാങ്ങിച്ചാൽ അതിൻ്റെ നികുതിയായി വീട്ടുപടിക്കലെത്തും. കഴിഞ്ഞ ബജറ്റിൽ സകല സാധനങ്ങൾക്കും നികുതി വർദ്ധിപ്പിച്ചു. എന്നിട്ട് കേന്ദ്രത്തിൻ്റെ നയത്തെ കുറ്റം പറഞ്ഞ് സ്വയം ന്യായീകരിക്കുന്ന അവസ്ഥയും നമ്മൾ കണ്ടു. കേന്ദ്രത്തിൻ്റെ കേരള അവഗണനയെ ന്യായീകരിക്കുകയല്ല ഞങ്ങൾ. കേന്ദ്രം അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് ജനത്തിന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് സംസ്ഥാന ധനവകുപ്പിൻ്റെ ഉത്തരവാദിത്തം. അല്ലാതെ മുഖം ജനത്തിൻ്റെ കഴുത്തിൽ പിന്നെയും വെച്ച് കെട്ടിക്കൊടുക്കലല്ല. അതുകൊണ്ട് തന്നെ KN ബാലഗോപാലിൻ്റെ നില തകർന്നടിയുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. കടന്നപ്പള്ളി രാമചന്ദ്രൻ LDF മുന്നണിയിൽ പ്രധാന ഘടകകക്ഷിയായ CPI മന്ത്രിയാണ്. പുരാവസ്തു തുറമുഖം വകുപ്പുകളുടെ മേൽനോട്ടം വഹിക്കുന്ന കടന്നപ്പള്ളി രാമചന്ദ്രൻ ഒരു ഉപകാരവുമില്ലാത്ത മന്ത്രി എന്ന ഖ്യാതിയും നിലനിൽക്കുന്നുണ്ട്. പുരാവസ്തു വകുപ്പും തുറമുഖ വകുപ്പും അതിൻ്റെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ടതിന് പകരം നിരുത്തരവാദിത്വത്തോടെ അതിനെ കണ്ട ഒരു മന്ത്രി മുൻപ് നമുക്കുണ്ടായിട്ടില്ല. CPM-ലെ ശിവൻകുട്ടി, മന്ത്രി റിയാസ് തുടങ്ങിയവരൊക്കെ തന്നെ ജനദ്രോഹ നടപടികളുടെ പേരിൽ ജനവിചാരണ നേരിടാൻ ഇരിക്കുന്നവരാണ്. 2026 തെരഞ്ഞെടുപ്പിൽ ഇനിയൊരു ഊഴത്തിന് കച്ചകെട്ടി ഇറങ്ങുന്നവർക്ക് എത്ര പേർക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന്, എത്ര നേതാക്കൾ തഴയപ്പെടുമെന്നതും ജനം ഇപ്പോൾ ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും ആദ്യം പറഞ്ഞ മന്ത്രിമാരുടെ കയ്യിലിരിപ്പും വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ അറിയാത്തതിൻ്റെ പോരായ്മയും നിമിത്തം സംഭവിച്ച ദുരന്തങ്ങളും കെടുതികളുമൊക്കെ ഒരു അശ്വിനിപാദം പോലെ സമൂഹത്തിനുണ്ട്. അത് തിരുത്താനും നീക്കം ചെയ്യാനുമാണ് ഇനി ജനം ശ്രമിക്കുന്നത്. അതവർ തയ്യാറായി കഴിഞ്ഞു. അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ കനത്ത മറുപടിയിൽ LDF കടപിഴുകി വീഴുമെന്നത് ഉറപ്പ് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.